നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ചുമ്മാ അല്ല പറഞ്ഞു വെക്കുന്നത്, വെറുതെ അല്ല പറഞ്ഞു വെക്കുന്നത്. അകത്തേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ദീപാരാധനയ്ക്ക് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. എപ്പോഴും എല്ലാവരും ഞാൻ ചോദിക്കാറുണ്ട്, ഗുരുവായൂരൊക്കെ പോയി വന്നിട്ട് ഭഗവാൻ എങ്ങനെയായിരുന്നു, എന്ത് രൂപത്തിലായിരുന്നു? ഇന്നിപ്പോ ദശാവതാര ചാർത്ത് നമ്മൾ കണ്ടു, എല്ലാ ദിവസവും നമ്മൾ പോയി കണ്ണു നിറഞ്ഞു കണ്ടു. എന്നാൽ നേരെ ഭഗവാന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ ഒരു ആചാരമുണ്ട്, ഭഗവാനെ എന്ന് വിളിച്ചാൽ കണ്ണടയ്ക്കും. അപ്പോഴേക്കും അവിടെ നിൽക്കുന്നവരൊക്കെ പോ 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 തള്ളിക്കളയും. ഇങ്ങനെ വന്നേ ചെന്നതായിരുന്നു. അപ്പൊ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ല, പഞ്ചേന്ദ്രിയങ്ങളും തുറന്നു വെക്കണം, കണ്ണ് തുറന്ന് അകത്തുള്ള മുഴുവൻ. അതുകൊണ്ടാണ് അവിടെ ലൈറ്റ് ബൾബൊന്നും വെക്കാത്തത്, തിരി മാത്രം വെക്കുന്നത്. അങ്ങനെ ഇങ്ങനെ 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 ഇളകി ആടിക്കൊണ്ടിരിക്കുന്ന ഭിത്തിയുടെ ഇടയിലാണ് ഭഗവാനെ കാണേണ്ടത്. കണ്ണ് കുളിർക്കെ അകത്തോട്ട് മുഴുവൻ എടുക്കും. ഒരു ഇന്ദ്രിയം നിറഞ്ഞു, അവിടുത്തെ ചൂട്, അവിടുത്തെ തണുപ്പ്, അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെതായിട്ടുള്ള എല്ലാം. ഇനി നമ്മുടെ ത്വക്കിലേക്ക് തന്നെ തളിക്കുന്ന തീർത്ഥം, അതിന്റെ തണുപ്പ്, ഇതെല്ലാം ത്വക്കിലൂടെ രണ്ടാമത്തെ ഇന്ദ്രിയം മുഴുവൻ അകത്തേക്ക് എടുക്കൂ. അവിടെ കേൾക്കുന്ന മന്ത്രങ്ങൾ, നാമജപങ്ങൾ, ഉറക്കെ ഉറക്കെ ചൊല്ലുന്ന നാമജപങ്ങൾ, അതെല്ലാം ചെവി എന്ന് പറയുന്ന മൂന്നാം ഇന്ദ്രിയത്തിലേക്ക് അകത്തേക്ക് എടുക്കൂ. അവിടുത്തെ ധൂപത്തിന്റെ മണം, അവിടുത്തെ പുഷ്പങ്ങളുടെ മണം, അതെല്ലാം അടുത്ത ഇന്ദ്രിയത്തിലേക്ക് എടുക്കൂ. ഇവിടെ വഴിപാട് കഴിച്ചു കഴിയുമ്പോൾ നാം സ്വീകരിക്കേണ്ടതായിട്ടുള്ള ചിലതുണ്ട്. തീർത്ഥമാകട്ടെ, പായസാകട്ടെ, പാൽപായസാകട്ടെ, വഴിപാട് പല രൂപത്തിലുള്ളത്. അത് നാവിലേക്ക് കൊടുക്കുമ്പോൾ പൂർണ്ണമായി തന്നെ ഉള്ളിലേക്ക് എടുക്കൂ. അപ്പോ അഞ്ചാമത്തെ ഇന്ദ്രിയവും നിറയും. ഇതെല്ലാം കൂടെ അകത്തെടുത്ത് നിറച്ചു കഴിഞ്ഞിട്ട് നീ 5 ഇന്ദ്രിയങ്ങൾ അടയ്ക്കണം. അപ്പൊ ആര് തുറക്കും? ആറാമൻ തുറക്കും. അതാണ് അതിന്റെ കടിഞ്ഞാണ് ആരുടെ കയ്യിലാ? സാക്ഷാൽ പാർത്ഥസാരഥിയുടെ കയ്യിലാണ്. മനസ്സ് എന്ന് പറയുന്നത് ശരീരത്തിനെ നിയന്ത്രിച്ചു നിർത്തുന്നുണ്ട്. ആത്മീയതയുണ്ട് എങ്കിൽ, ആത്മീയ ബോധമുണ്ട് എങ്കിൽ, ഭഗവാന്റെ ഉപാസനയുണ്ട് എങ്കിൽ, ജപങ്ങളുണ്ട് എങ്കിൽ, ധ്യാനമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാനും നിങ്ങളും ചെന്നെത്തുന്നത് വൈകുണ്ഠത്തിലേക്കാണ്. വൈകുണ്ഠത്തിൽ ചെന്നെത്തുക എന്നുള്ളതാണ് കൊതി, അല്ലേ? മുറ്റത്ത് നിൽക്കുന്ന നാട്ടുമാവിനെ നോക്കി ആ നാട്ടുമാവിന്റെ തെക്കേ ചില്ല ഉണ്ടല്ലോ, ആ തെക്കേ ചില്ല എനിക്കായി വെച്ചേക്കണം എന്ന് പറഞ്ഞ മുത്തശ്ശി എനിക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായില്ല, മുത്തശ്ശി ആവശ്യമില്ലാത്ത എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. അപ്പൊ എന്താ അത്? ആ മാവ് എന്റെ കൂടെയാണ് വളർന്നത്, ഞാനാണ് വെള്ളം ഒഴിച്ചത്. ഞാൻ വെള്ളം ഒഴിച്ച് വളർത്തി 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 കൊണ്ടുവച്ചപ്പോ എനിക്കറിയായിരുന്നു ഓരോ നിമിഷവും ഞാൻ ഭസ്മായി പോകുമ്പോ നിന്റെ ഒരു ചില്ല എനിക്ക് വേണ്ടി നീയും ഭസ്മാവും, ഞാനും നീയും ഒന്ന്. പറഞ്ഞു വന്നതിലേക്ക് തന്നെ ഞാനൊന്ന് തിരിച്ചു പോകട്ടെ. ഇത്രയും വൈജാത്യങ്ങൾ, നോക്കിക്കാണലുകളുടെ രീതിയിൽ, ഭക്ഷണക്രമത്തിന്റെ രീതിയിൽ, ആചാരാനുഷ്ഠാനങ്ങളുടെ രീതിയിൽ, വസ്ത്രവിധാനത്തിന്റെ രീതിയിൽ, ഭക്ഷണക്രമത്തിന്റെ രീതിയിൽ ഒക്കെ എന്തെല്ലാം വ്യത്യാസമാണ്. പക്ഷേ ഈ വ്യത്യാസമെല്ലാം ഒരു മാലയിൽ പല പല മുത്തുകളെല്ലാം കോർത്തു വെച്ച ഒരു ഗംഭീരമായ മാല പോലെ ഭാരതീയത എന്ന സനാതനധർമ്മം എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു മാലയിലെ മുത്തുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മൾ ഓരോരുത്തരും ആ മാല പൊട്ടാതെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കാരണം ലോകത്തിന്റെ ഗുരുവായി അത് മാറേണ്ടതുണ്ട്. അതിന് അങ്ങനെ ചുക്കാൻ പിടിക്കാൻ, അങ്ങനെ കേമമായി നിൽക്കാൻ, അത്തരം ലീഡർഷിപ്പ് ട്രൈറ്റ്, അത്തരം നായകത്വം സ്വന്തമായിട്ടുള്ള ഏകതതി ഭാരതീയത മാത്രമാണ്. അത്തരം ഭാരതീയതയ്ക്ക് വേണ്ടിയും അത്തരം സനാതനധർമ്മത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ധർമ്മനിബദ്ധമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയും ഇന്നു കാണുന്ന ആസുര ശക്തികളെ എല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് ഈ ശത്രു സംഹാരം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വീട്ടിനുള്ളവന്റെ പേരും നാളും പറഞ്ഞു നടത്തുന്ന പുഷ്പാഞ്ജലി അല്ല കേട്ടോ. ശത്രു എവിടാ? സാക്ഷാൽ ഭഗവാൻ തന്നെ, പാർത്ഥസാരഥി തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ തന്നെയാ നിന്റെ ശത്രു, നീ തന്നെയാ നിന്റെ മിത്രം. നീ ശത്രു സംഹാരം നടത്തേണ്ടത് നിന്റെ ഉള്ളിലെ നീചവാസനകളെയാണ്, നീ കൊല്ലേണ്ടത് നിന്റെ ഉള്ളിലെ ചീത്തയാണ്. ആ അർത്ഥത്തിലാണ് പാലാഴി മഥനവും നോക്കി കാണേണ്ടത്. ഒരു വശത്ത് സുരന്മാർ, അടുത്ത വശത്ത് അസുരന്മാർ, രണ്ടുപേരും കൂടെ ചേർന്ന്. എന്തിനായി രണ്ടുപേരും ചേർന്ന്? ദേവന്മാര് മാത്രം വിചാരിച്ചാൽ പറ്റൂലേ? മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നതാണ് പാലാഴി. അവിടെ അസുരത്വവുമുണ്ട് സുരത്വവുമുണ്ട്, നന്മയുണ്ട് തിന്മയുണ്ട്. കടയൽ നടക്കുകയാണ്. കടയൽ നടക്കുമ്പോൾ ചിലപ്പോൾ കാളകൂടമൊക്കെ ഇങ്ങനെ വെളി വരും കേട്ടോ. അപ്പം നമശിവായ നമശിവായ നാരായണ നാരായണ ഒക്കെ ജപിച്ചുകൊണ്ടിരുന്നാൽ അത് പാനം ചെയ്ത് നമ്മെ രക്ഷിക്കാൻ അവിടെ അവതാരങ്ങൾ ഉണ്ടാവും. എന്നാൽ ഏറ്റവും ഒടുവിൽ അമൃത് പൊങ്ങി വരും. കാത്തിരിക്കുക. ചേട്ടയൊക്കെ ഇടയ്ക്ക് വരും. അപ്പൊ ചിലർക്കൊക്കെ വേണമായിരിക്കും, അവരത് കൊണ്ടുപോട്ടെ. നമുക്ക് ശ്രീദേവി വരും പുറകേന്ന്, നമുക്ക് സ്വീകരിക്കാം. നോക്കൂ, കഥകൾക്കുള്ളിലെ കഥകളെല്ലാം നോക്കാൻ ഈ ദശാവതാര കാലം നിങ്ങളെ എല്ലാവരെയും പ്രേരിപ്പിക്കട്ടെ. വൃശ്ചിക മാസം ഓരോ മലയാളിയെ സംബന്ധിച്ചും പുണ്യമായിട്ടുള്ള ദിവസങ്ങളാണ്, പുണ്യമായിട്ടുള്ള മാസമാണ്. കൃത്യം
ദിവ്യമായ വ്രതാചരണം നടത്തുകയും ഭഗവാൻ സാരഥിയായി നിൽക്കുന്ന തേരിന്റെ അങ്ങ് അകമ്പടി സേവിക്കാൻ നമുക്കാവുകയും അങ്ങനെ ഈ തേര് തെളിച്ച് ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോവുകയും അപ്പൊ ഈ സമസ്ത പ്രപഞ്ചത്തിനും നന്മയുണ്ടാക്കാൻ വേണ്ട ഭാഗം പങ്കിടാൻ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭഗവത് ചൈതന്യം അങ്ങനെ അപ്രകാരം നമ്മളിൽ എല്ലാം പ്രസരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം, ഇത്ര നേരം ശ്രവിച്ചതിലുള്ള സന്തോഷം, പോകാനുള്ള അനുവാദം. നന്ദി.